നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള അനിലേട്ടൻ്റെ ആട് ഫാമിലെ വിശേഷങ്ങളായിട്ടാണ്. അനിലേട്ടൻ്റെ ആട് ഫാമിൽ കൂടുതലും പരിചരിക്കുന്നത് ബീറ്റിൽ ആടുകൾ, അതായത് ബീറ്റിൽ എന്ന് പറയുമ്പോൾ ചുവന്ന ബീറ്റിലുണ്ട്, കറുത്ത ബീറ്റിലുണ്ട്, അതുപോലെ തന്നെ അട്ടപ്പാടി ബ്ലാക്ക്, മലബാറി ആടുകളെയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ അനിലേട്ടൻ്റെ ആടിൻ്റെ പരിചരണം, അതുപോലെ തന്നെ കൂട് നിർമ്മാണം, അതുപോലെ തന്നെ ആടിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ വരുമാനം കണ്ടെത്താം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ ഒരു 7 വർഷമായിട്ട് ആടുകൾ വളർത്തി വരുന്നു. ഹൈബ്രിഡ് ആടുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ബീറ്റൽ, ശിരോഗി, കരോളി, ഹൈദരാബാദി, അട്ടപ്പാടി, അതൊക്കെ ഹൈബ്രിഡല്ല, നമ്മുടെ മലബാറി, അങ്ങനെ കുറേയേറെ ആടുകൾ നമ്മൾ വളർത്തുന്നുണ്ട്. വളരെ ലാഭകരമായ ഒരു രീതിയിൽ ഓടിപ്പോകുന്നുണ്ട്, കുഴപ്പമില്ല. ബീറ്റിൽ ബ്ലാക്ക് ബീറ്റിലാണ് കൂടുതൽ നമ്മൾ കിടക്കുന്നത്. ശിരോഗി നല്ല ശിരോഗികൾ കിടപ്പുണ്ട്, കൂടിയ ബ്രീഡ്. ഞങ്ങളെ ഇവിടെ കുടുംബപരമായിട്ട് അച്ഛനും അമ്മ അവർക്കെല്ലാം ആട്, പശു എല്ലാം വളർത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതായിട്ട് തന്നെ ഞാൻ ഒരു ആടിൽ തുടങ്ങി ഇപ്പം ഒരു അടുത്ത സമയത്ത് ഒരു 10-35 എണ്ണത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കൊടുത്തു. അതിന് ശേഷമുള്ള ആടുകൾ ഇപ്പോൾ കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം ചേട്ടന ഫാമിൽ തുടങ്ങുമ്പോൾ ഏതിന് ആടിനെ വെച്ചിട്ടാണ് ഫാം ആരംഭിച്ചത്? ഒറിജിനൽ മലബാറി ആട് അതിനാണ് തുടങ്ങിയത്. അന്ന് തുടങ്ങിയ അതിലുള്ള ഒരു കുട്ടി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. കളയാൻ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരെണ്ണത്തിനെ. അന്ന് വാങ്ങിച്ച തള്ളയുടെ കുട്ടി ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്ന ഒരെണ്ണത്തിനെ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ കണ്ട് കൂടുതലും ഇപ്പം നമ്മുടെ ഫാമിൽ ഹൈബ്രിഡ് ആണ്. ചേട്ടൻ തുടക്കം മലബാറി ആയിരുന്നെങ്കിലും പിന്നീട് ഹൈബ്രിഡിലോട്ട് മാറാനുള്ള കാരണം എന്താണ്? ഹൈബ്രിഡിലോട്ട് മാറാനുള്ള കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ വിലയുടെ കാര്യത്തിലാണ്. നമ്മൾ മലബാറി ആട്ടിൻകുട്ടികളെ ഒരു 3 മാസം കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് 3000-3500 രൂപയിൽ കൂടുതൽ കിട്ടത്തില്ല. ആർക്ക് കൊടുത്താലും കിട്ടത്തില്ല. പക്ഷേ ഹൈബ്രിഡ് ആകുമ്പോൾ ഏകദേശം 10000 രൂപയ്ക്ക് മുകളിലേക്കാണ് ഇതിൻ്റെ വില നിൽക്കുന്നത്. പ്രത്യേകിച്ച് തീറ്റ ചിലവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ 3 മാസവും ഇത് തള്ളയുടെ പാല് കുടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ചെറുക തീറ്റ തിന്നാൻ തുടങ്ങുന്ന പ്രായമാകുമ്പോൾ നമ്മൾ കൊടുക്കുക. വിപണനം അന്നേരം നടത്തി കഴിഞ്ഞാൽ നഷ്ടമില്ലാത്ത രീതിയിൽ പോകും. ഇവിടെ കൂടുതലും ബീറ്റിൽ ആടുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചാബുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ വളർത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഇതിനെ നമ്മുടെ നാട്ടിൽ വളർത്താൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടല്ലേ. മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ നല്ലതായിട്ട് കെയർ ചെയ്യണം. അതാണ് തണുപ്പൊക്കെ കൂടുതൽ അടിച്ച് കഴിയുമ്പോൾ ചെറിയ തുമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചേട്ടൻ ഇത്രയും വർഷമായിട്ട് ആടിനെ വളർത്തിയതിൽ ഇതിനിടയ്ക്ക് നമ്മുടെ ഫാമിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് എടുക്കുന്നത്? അതിന് അസുഖങ്ങൾ വരുമ്പോൾ പനി, ഈ മഴക്കാലമായി കഴിയുമ്പം ചുമ, തുമ്മൽ, പനി, മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതെല്ലാം നമ്മൾ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഈ അകിടുനീര്, അതൊരു ഫാമുകളിലെല്ലാം ഏറ്റവും വലിയൊരു വിഷയമാണ്. അത് ഹൈബ്രിഡ് ആടുകൾക്ക് അങ്ങനെ ഉണ്ടാകുന്നതാണ്. പാല് കൂടുതലുള്ള ജെൻസിനുള്ള ഒരു വിഷയമാണിത്. അത് നമ്മൾ കൂടുതലും കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ട് ആട് പ്രസവിക്കാൻ നോക്കി നിൽക്കരുത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് മുതൽ പാല് കുറച്ച് കറന്ന് മാറ്റുക. ഇല്ലെങ്കിൽ ഈ പാല് കൂടുതലുള്ള ആടുകൾക്കെല്ലാം അകിടുനീര് ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പം അതിന് ചെയ്യാനുള്ള ഒരു പ്രതിവിധി ഇതാണ്. കൂടുതലും ഇത് ആയി കഴിഞ്ഞിട്ട് മരുന്ന് ചെയ്തിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പാല് ഞെക്കിക്കളയുക. പലതരത്തിലുള്ള ഹൈബ്രിഡ് ആടുണ്ട്. നമുക്ക് ഒരു പാലുൽപാദനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതിനത്തിൽപ്പെട്ട ആടിനെ വളർത്തുകയാണ് നല്ലത്? പാലുൽപാദനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ബീറ്റിൽ വളർത്താൻ കുഴപ്പമില്ല. ശിരോഗിയും നല്ല പാലുൽപാദനമുള്ള ആടാണ്. അത് രണ്ടും കുഴപ്പമില്ലാതെ നമുക്ക് ഓടിക്കാം. നമുക്കിവിടെ മുട്ടനാടുകൾ ഏതെല്ലാം തരത്തിലുള്ള മുട്ടനാടിനെയാണ് ഉപയോഗിക്കുന്നത്? എൻ്റെ അടുത്ത് ഇപ്പോൾ ബീറ്റിൽ മാത്രമേ ഉള്ളൂ. ബീറ്റിൽ ഏകദേശം 2 വയസ്സ് പ്രായമുള്ള 110 കിലോളം തൂക്കം ഉണ്ടാകും. അവരെണ്ണം ഇപ്പോൾ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ബീറ്റിൽ മുട്ടനാടിനെ മാറ്റാറുണ്ടോ? അതോ സ്ഥിരമായിട്ട് ഒരു മുട്ടനാട് തന്നെയാണോ? 1 വർഷം ആകുമ്പോൾ കൃത്യമായിട്ട് മാറ്റും. അടുത്ത ആടിനെ നമ്മളെടുത്ത് നേരത്തെ നിർത്തിക്കൊണ്ട് നമ്മുടെ രീതിയിലേക്ക് ആയി വരുമ്പോഴത്തേക്ക് ഈ പഴയ നിൽക്കാൻ നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഒരു മുട്ടനാടിനെ എത്ര വയസ്സ് മുതലാണ് ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്? 1 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ തുടങ്ങാം. പിന്നാടുകൾ നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് എത്ര വളർന്നിട്ട് എത്ര നാൾ കഴിയുമ്പോഴാണ് അതിനെ ക്രോസിങ്ങിന് ഉപയോഗിക്കുന്നത്? 11 മാസം ആകുമ്പോഴത്തേക്ക് ഹീറ്റ് ആദ്യത്തെ കാണിക്കും. പക്ഷെ അതിന് ചെയ്യത്തില്ല. അടുത്ത ഒന്നുകൂടാകുമ്പോൾ 12 മാസം കഴിയുമ്പോഴത്തേക്ക് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഇത് ഗർഭധാരണത്തിനുള്ള എല്ലാം നല്ല ഇതായിട്ടിരിക്കും. ഇപ്പോൾ ചേട്ടൻ ഇവിടെ നമ്മുടെ ഫാമിൽ ആടുകളെ എങ്ങനെയാണ് പരിചരിക്കുന്നത്? അതിൻ്റെ ഫുഡ്, അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ്, മരുന്ന്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെന്താ, നമ്മൾ രാവിലെ തന്നെ ഒന്ന് കൂട് വൃത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ പരുത്തിപ്പിണ്ണാക്കും പെല്ലറ്റ്, യൂറിയില്ലാത്ത പെല്ലറ്റ്, ഇത് രണ്ടും കൂടി രാവിലത്തെ ഫുഡ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പച്ചിലകൾ, പിന്നെ അത് വെള്ളം, ശുദ്ധമായ വെള്ളം വേറെ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ അവർ വന്ന് കുടിച്ച് ആവശ്യമുള്ളത് കുടിച്ചിട്ട് പോവുക. വൈകുന്നേരം പുളിമ്പൊടി വേവിച്ചത് കൊടുക്കും.
പിന്നെ ഇലത്തീറ്റയും കൊടുക്കും. പിന്നെ സപ്ലിമെൻറ്റ് ഇത് എന്താ ആഹാരം എടുക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ലിവർ ടോണിക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ക്ഷീണം തോന്നുന്നതിന് ബ്ലഡ് ഉണ്ടാകാനുള്ള മരുന്നുകൾ, അങ്ങനെയൊക്കെ കുറേയൊക്കെ കൊടുക്കും. ഒരുപാട് കൊടുത്താലെ കൊണ്ട് ഇത് നല്ല ലാഭത്തിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആട് ഫാം ലാഭത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മുട്ടനാടുകളുടെ വിൽപ്പനയാണോ നല്ലത്, അതോ നമുക്ക് കുഞ്ഞുങ്ങളെ 3 മാസം കഴിഞ്ഞ വിൽപ്പന അതാണോ നല്ലത്? നമുക്ക് കുഞ്ഞുങ്ങളെ വിൽക്കുന്നതാണ് ഏറ്റവും ലാഭം. ഇത് മറ്റേന്ന് വെച്ചാൽ കൊണ്ട് നമുക്ക് തീറ്റ ചെലവ് വളരെ അധികമായിട്ട് വരും. പിന്നെ അതിനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല. ചേട്ടാ, ഇപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ പ്രവാസികൾ ഉൾപ്പെടെ ആട് ഫാം തുടങ്ങുന്നുണ്ട്. അതിനുശേഷം ഇവരിൽ കൂടുതൽ പേരും പകുതിയിൽ വെച്ച് നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്കൊരു ആട് ഫാം എങ്ങനെ ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും? ആട് ഫാം ലാഭത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ആദ്യമേ തന്നെ ഇതിൽ നല്ലതായിട്ട് നല്ല ശരിക്കും വൃത്തിയായിട്ട് അധ്വാനിക്കാൻ കൊണ്ടുള്ള മനസ്സ് വേണം. ഇല്ലെങ്കിൽ ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും. തനിക്ക് പകരം ഒരാളിനെ കൂലി കേൾപ്പിച്ചിട്ട് പോയിട്ട് യാതൊരു കഥയില്ല. കൂലിക്കാരന് കൊടുക്കാനുള്ള പൈസ പോലും ഇതിന് കിട്ടത്തില്ല. ഒരെണ്ണം ചത്തുപോയാൽ പോലും കൂലിക്കാരൻ്റെ വിഷയമല്ലല്ലോ, സ്വന്തമായിട്ട് നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചിലകൾ കൊടുക്കാനെ കൊണ്ടുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. ഒന്നീ തീറ്റപ്പുല്ല് വേണം, അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല, അങ്ങനെ ചീമക്കൊന്ന ഇല, ഇതൊക്കെ കൊടുക്കാം. കൈത്തീറ്റി വളരെ കുറച്ചുകൊണ്ട് ഇലകളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. കരാഹാരം കുറവ് കൊടുക്കണം, എന്നെങ്കിലേ നമുക്കതിനകത്ത് ഒരു മുതലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പെട്ടെന്ന് ആട് തടി വെച്ച് നമുക്ക് കൊടുത്ത് പൈസ ആക്കാം എന്ന് കണക്ക് കൂട്ടി തുടങ്ങുന്നവരുണ്ട്. പലരും കണ്ടു കഴിയുമ്പോൾ ഇത് കൊള്ളാം, ഇത് നല്ലൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തർ തുടങ്ങി വെച്ച് പകുതി വഴിക്ക് ഉപേക്ഷിച്ച് ലക്ഷങ്ങൾ കടമാക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരാരും ഇത് പുറത്ത് പറയത്തില്ല. പിന്നെ നമുക്കിതിനകത്ത് ഈ പെട്ടെന്ന് ആടിനെ ശരീരം വെക്കാനെ കൊണ്ട് സപ്ലിമെൻറ്റുകൾ ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറുകാർക്ക് മാത്രമേ ലാഭമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കതിൽ നിന്ന് ലാഭം ഉണ്ടാകത്തില്ല. ഇത് തന്നെ ഹൈടെക് കൂടിൻ്റെ കാര്യം ആക്കണം. തുടക്കക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ ആടിന് നല്ല സേഫ്റ്റി ആയിട്ടുള്ള കൂട് വേണമെന്നാണ് പൊതുവെ ഉള്ളൊരു അഭിപ്രായം. അതിന് ആദ്യമേ അവർ വന്നിട്ട് ഒരു 3 ലക്ഷം രൂപ കൊടുത്ത് കൂടും പണിയും 30,000 രൂപയുടെ ആടിനെയും മേടിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒന്നും കാര്യമില്ല, ആ കാര്യം നമുക്കില്ല. നമുക്ക് ഒരു 30,000 രൂപയുടെ കൂടുമാണ് 3 ലക്ഷം രൂപയുടെ ആട് മേടിച്ചില്ല. കൂടിനകത്ത് നിന്ന് യാതൊരുവിധ വരുമാനം നമുക്കിങ്ങോട്ട് കിട്ടത്തില്ല. ആടുകൾ നല്ല ആടുകളെ മേടിക്കുക, നല്ല വലിപ്പമുള്ളതും നല്ല ആടുകളെ മേടിച്ച് വളർത്തുക. അതുപോലൊക്കെ ഫാമുകളിൽ നിന്ന് ആടുകളെ മേടിക്കുമ്പോൾ ഇൻബ്രീഡിങ് ഇല്ലാത്ത കുട്ടികളെ നോക്കി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, 3 മാസമായ കുഞ്ഞുങ്ങളെ ഇൻബ്രീഡിങ് കുട്ടികൾ മറ്റേത് നമ്മൾ കണ്ടാലെ കൊണ്ട് ആടും പോണക്കുള്ള വ്യത്യാസം തന്നെയുണ്ട്. ചേട്ടാ, ഇവിടെ നമ്മുടെ ഫാമിൽ ഇപ്പം ആട്ടും കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് എത്ര മാസം കഴിയുമ്പോഴാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില ഒക്കെ പറഞ്ഞുതരോ? ഞാനിവിടെ 3 മാസം കഴിയുമ്പോൾ ആട്ടിൻകുട്ടികളെ വിൽക്കാൻ തുടങ്ങും. അത് കൂടുതലും നമ്മുടെ അടുത്തുള്ള ആളുകളും സാധാരണപ്പെട്ടവരൊക്കെ ചോദിക്കും. അവർക്കൊരു വിലയെന്ന് വെച്ചാൽ ഈ ഹൈബ്രിഡ് ബീറ്റൽ ആട്ടിൻകുട്ടികൾക്ക് 10 രൂപ മുതൽ 12 രൂപ വിലയൊക്കെ 3 മാസം കഴിയും വിലയുണ്ടെങ്കിലും നമ്മൾ അത്രയും വിലയൊന്നും ചില സാഹചര്യങ്ങളിൽ എടുക്കത്തില്ല. കാര്യം വീണ്ടും നമ്മൾ മാത്രം നന്നായി പോരല്ലോ, വീണ്ടും അടുത്ത കർഷകരും കൂടെ ഉണ്ടായി വന്നെങ്കിലേ ഈ സംരംഭം മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പരിസര പ്രദേശം നോക്കി വരുന്നവർക്ക് നമ്മൾ ന്യായമായ രീതിയിൽ അത് കൊടുക്കുന്നതാണ്. ചേട്ടാ, ആട് ഫാം തുടങ്ങുന്നവർക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. പഞ്ചായത്തും നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പും കൂടെ വിട്ട് 5 പെണ്ണാടും ഒരു മുട്ടനാടിനുമായിട്ട് 50,000 രൂപയാണ് അതിൻ്റെ ഫുൾ എമൗണ്ട്. 25,000 രൂപ സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടും. അന്ന് എനിക്ക് കിട്ടിയതാണ്, അന്നത്തെ ബോർഡാണിത്. അന്ന് കിട്ടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 8-9 മാസമാകുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടിയാണ്. അങ്ങനെ പലർക്കും ഈ ഒരു സ്കീം കിട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല കൂടും വെച്ച് കാണിക്കണം. ഈ ആടിനെ മേടിച്ച് അതിന് ഇൻഷുർ ചെയ്ത് അതിൻ്റെ പേപ്പറെല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അവർ ക്യാഷ് തരുന്നതാണ്. അല്ല ചേട്ടാ, നമ്മൾ ആടിൻ്റെ കൂട് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആടിന് നമ്മൾ പ്രത്യേകം കൂട് നിർമ്മിക്കുമ്പോൾ മെയിനായിട്ട് തറയിൽ ഒരു 1.5 മീറ്ററെങ്കിലും പൊങ്ങിയിരിക്കണം കൂട്. അല്ലെങ്കിൽ വായുസഞ്ചാരം വേണം നല്ലതായിട്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കാഷ്ടവും മൂത്രവും അവിടെ തറയിൽ വീഴാതെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ചരിച്ച്, അതായത് ഒരു 1/2 മീറ്റർ തറയിൽ നിന്ന് 1/2 മീറ്റർ പൊക്കി മുൻവശത്തുനിന്ന് സൈഡിലോട്ടുള്ള ചരിവിൽ ഷീറ്റ് ഇട്ട് കൊടുത്ത് അതായത് സൈഡിൽ പാത്തിയും വെച്ചാൽ കൊണ്ട് ഈ ഒരു സാധനം ബുദ്ധിമുട്ട് മാറി കിട്ടും. പാത്തി ആകുമ്പോൾ നമ്മൾ ടാങ്കിലോട്ട് ഇട്ടാൽ മൂത്രം പോകും, കാഷ്ടം അതിൽ കിടക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, കൂടിൻ്റെ കൊണ്ട് മെയിൽ ആടുകളെ ഇടാൻ വേണ്ടി നല്ല ബലമായിട്ട് തന്നെ കൂടുണ്ടാക്കണം. അത് നമ്മളിപ്പോൾ ഒരു പാർട്ടീഷൻ തിരിച്ചിട്ടുവാണെങ്കിൽ അത് വൃത്തിയായിട്ട് നല്ല രീതിയിൽ ചെയ്തു തരണം. ഇല്ലെങ്കിൽ ഈ മുട്ടനാടുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ ചുമ്മാ നിൽക്കുമ്പോഴും ചെറിയ കൊമ്പിന് ചൊറിയുന്നതൊക്കെ ഇടിച്ചിളക്കും. പിന്നെ നമുക്ക് ചനയുള്ള ആടുകളെ മാറ്റിയിടാൻ, പ്രസവിച്ചവരെ മാറ്റിയിടാൻ, കുഞ്ഞുങ്ങളെ മാറ്റിയിടാൻ, ഇതെല്ലാം പ്രത്യേകം പാർട്ടീഷൻ ഉണ്ടാക്കണം. അങ്ങനെ ചെയ്യണം.
പിന്നെ ഞാൻ ഈ ചെയ്തേക്കുന്നത് ഫുള്ള് തെങ്ങാണ്, മൊത്തം തെങ്ങും തടിയിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ മുഴുവൻ നട്ടുകൊട്ടാണല്ലേ, മൊത്തം നട്ടുകൊട്ട് കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇത് കിട്ടും ഇടയ്ക്ക് ഒരു ഡാമേജ് ഒക്കെ വരുന്ന വെച്ചാൽ ഒരു പട്ടിക കഷ്ണം വല്ലതും വന്നാൽ അതങ്ങ് മാറുകയെന്നുള്ളേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് പൈസ മുടക്കി ഹൈടെക് ആയിട്ട് ചെയ്തിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ പൈസ ഏറ്റവും കുറച്ച് മുടക്കുക, കൂടുതൽ പൈസ മുടക്കാതിരിക്കുക. ചേട്ടാ, നമ്മുടെ ഫാമിൽ ആടുകളുടെ വാക്സിനേഷനും അതുപോലെ തന്നെ വിരമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ വാക്സിനേഷൻ എന്ന് പറയുമ്പം ചനയുള്ള ആട്ടിൽ 3 മാസത്തിന് മുമ്പായിട്ടാണ് TT ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അതിനുശേഷം അങ്ങനെ എടുക്കാറില്ല. അതുപോലെ തന്നെ വിരമരുന്ന് 3 മാസം മുമ്പ് കൊടുത്തു നിർത്തും. വീണ്ടും പ്രസവിച്ച് കഴിഞ്ഞാൽ അത് 22 ദിവസത്തിനകത്ത് തള്ളയാടിനും കുട്ടിക്കും കൊടുക്കാം. വിരമരുന്ന് അതിന് തൂക്കം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് ലിക്വിഡാണ്. അത് 20 കിലോ ബോഡി വെയിറ്റ് ഉള്ളതിന് 5 ml എന്ന കണക്കിൽ നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ അനുസരിച്ച് കുഞ്ഞുങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മുടെ വാക്സിനേഷൻ്റെ ഇത് ഈ TT എടുക്കുക. അത് നമ്മുടെ ഞങ്ങൾക്കിവിടെ ഉള്ളന്നൂർ എന്ന് പറയുന്ന മൃഗാശുപത്രി, ഉള്ളന്നൂർ പറയങ്കര മൃഗാശുപത്രി, അവിടെ ഡോക്ടർ ബിനി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പറഞ്ഞാൽ അവർ കാര്യങ്ങൾ നടത്തി തരും. വാക്സിനോ കാര്യങ്ങളോ അല്ല ഒരു പനിയെന്നോ പറഞ്ഞാലും പെട്ടെന്ന് എല്ലാം വന്ന് ചെയ്തു തരുന്നതാണ്. ചേട്ടൻ ഇവിടെ ആടുകൾക്ക് കൊടുക്കുന്ന തീറ്റക്രമം അത് മെയിനായിട്ട് ഖരാഹാരം ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ അളവിലാണ് കൊടുക്കുന്നത്? ഞാനിവിടെ പ്രത്യേകിച്ച് കൊടുക്കുന്നത് രാവിലത്തെ കൊടുക്കുന്നത് പരുത്തി പിണ്ണാക്കും നമ്മുടെ ആടിൻ്റെ യൂറിയ ഇല്ലാത്ത പെല്ലറ്റ്, ഇത് രണ്ടും കൂടാണ് രാവിലെ കൊടുക്കുന്നത്. വൈകുന്നേരം പുളിയും പൊടി വേവിച്ച് അത് കൊടുക്കും. ഇടവേളകളിൽ പച്ചപ്പുല്ലും നല്ല ശുദ്ധമായ പച്ചവെള്ളം, ഇതെല്ലാം വേറെ വേറെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ കൊണ്ട് തീറ്റക്രമത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഒരാടിന് 400 ഗ്രാം തീറ്റ ഒരു ദിവസം മതിയെന്നാണ്. പക്ഷേ അത് ഏതാടിനാണ് ഈ 400 ഗ്രാം തീറ്റ കൊടുക്കേണ്ടതെന്ന് ഉള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. ഹൈബ്രിഡ് ആടുകൾക്ക് 700 മുതൽ 800 ഗ്രാം തീറ്റ വരെ കൊടുക്കേണ്ടി ആയിട്ട് വരും ഒരു ദിവസം. നമ്മളിപ്പം ഈ നാടൻ ആടുകൾക്ക് 400 ഗ്രാം തീറ്റ മതിയാവും. അത് ജാതി കൂടുതൽ കഴിക്കത്തില്ല, മലബാറി ആണെങ്കിലും അത്രയൊക്കെ മതിയാവും. പക്ഷേ ഹൈബ്രിഡുകൾക്ക് ഈ സംഭവം നടക്കത്തില്ല. അതിന് 700-800 ഗ്രാം തീറ്റ കൃത്യമായിട്ടും വേണ്ടി വരും. അത് കൊടുക്കുകയെന്നാണ്. പിന്നെ ഇതിനകത്ത് കാൽസ്യം അതൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന രാവിലത്തെ കൊടുക്കുന്ന ഫുഡിൽ കലക്കിയാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഫാമിലി അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്നൊരു ബ്രീഡാണ്. ഏത് കാലാവസ്ഥയ്ക്കും അവർക്ക് യാതൊരു വിഷയമില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, കോഴികൾ കരിങ്കോഴി എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ പാലിനും മീറ്റിനും എല്ലാം വളരെ ഔഷധ ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് തന്നെ നമുക്ക് കൊണ്ടു തന്നതാണ് സംഭവം. ഇതിന് ഈ ഒരു വലിപ്പം വെക്കത്തുള്ളൂ? ഇതിന് ഈ വലിപ്പമേ ഉള്ളൂ. ഇതിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാണ് ഇതിന്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫാമിൽ ബ്രീഡിങ് നിർത്തിയിരിക്കുന്ന മെയിലാണ്. അവന് 110 കിലോ തൂക്കമുണ്ട്, 40 ഇഞ്ച് ഉയരമുണ്ട്. അവനിപ്പോൾ എൻ്റെ വന്നിട്ടൊരു 7 മാസമാകുന്നു. ഇനി ഒരു 5-6 മാസം കൂടെ നിർത്തും. അത് കഴിയുമ്പോൾ കൊടുക്കും. അടുത്ത വേറെ നമ്മളെടുക്കും. ഇപ്പം എത്ര വയസ്സായി? ഇപ്പോൾ ഇവന് 2.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവനിപ്പം 7 മാസം കഴിഞ്ഞിട്ട് കൊടുക്കും അല്ലേ? കൊടുക്കും. അത് നമ്മളിട്ട പിന്നെ ഇൻബ്രീഡിങ് ആവല്ലേ, അപ്പോൾ നമ്മൾ മുട്ടന്മാരെ മാറി കൊടുക്കും. പിന്നെ നമുക്ക് വേറെ മുട്ടന്മാരെ അപ്പം നമ്മൾ വേറെ ഫാമിൽ നമ്മൾ എവിടെന്നെങ്കിലും നേരത്തെ ഒരെണ്ണം എടുത്ത് സെലക്ട് ചെയ്തിടും. ഞാൻ മാറുന്നതിന് മുമ്പായിട്ട് 1 മാസത്തിന് മുമ്പെങ്കിലും നമ്മൾ കൊണ്ടുവരും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ബാക്ക് സ്റ്റോക്കിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു മെയിൽ കുട്ടി അതുകൊണ്ട് ഇപ്പോൾ ആയി വരുന്നുണ്ട്. അവനെ ഒരാളെ ഇട്ടിട്ടുണ്ട്. ചേട്ടാ, നമ്മുടെ ഫാമിൽ മറ്റു പെണ്ണാടുകൾ വരാറുണ്ടോ നമ്മുടെ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കാറ്? ക്രോസ് ചെയ്യാനെ കൊണ്ട് ആടുകൾ വരാറുണ്ട്. കൂടുതലും ഞാൻ കൊടുത്ത കുട്ടികളും ഒക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ വരും. എല്ലായിടും 1200 രൂപയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ ചിലവ് 1000 രൂപ വെച്ച് വാങ്ങിക്കും. ചേട്ടാ, നമുക്ക് ആട് ഫാമിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ വരുമാനം ലഭിക്കും? നമുക്ക് പ്രധാനമായിട്ടും കുട്ടികളിൽ വിറ്റുള്ള വരുമാനമാണ്. കുട്ടികളുടെ കച്ചവടം അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളല്ലാതെ ആടുകൾക്ക് തീറ്റ കൊടുത്ത് 5 മാസം വരുമ്പോഴത്തന്നെ ഗർഭധാരണ സമയം 5 മാസമല്ല. അത് കഴിഞ്ഞ് പിന്നെ 3 മാസം കൂടെ കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റില്ല, 8 മാസം. അപ്പോൾ അതിനിടയ്ക്കത്തെ കാര്യങ്ങൾ ഓടിക്ക് പോകുമ്പം തീറ്റ കാര്യങ്ങൾ ചിലവ്, ഈ പാല് കറവയുള്ള ആടിൻ്റെ പാല് കൊടുക്കും. ഈ ആടിൻ്റെ കാഷ്ടം അത് എടുക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കൃഷിക്കാർ വന്ന് നമ്മളൊരു മാന്യമായ വിലയിൽ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിൽക്കുന്ന മെയിൽ പുറത്തുനിന്നുള്ള ബ്രീഡിങ് എടുത്താൽ അതും നല്ലതായിട്ടൊരു വരുമാനമായിട്ട് തന്നെ പോകും. ഇവിടെ നമുക്ക് പാലിന് എന്തോ വില വെച്ചിട്ടാണ് കൊടുക്കുന്നത്? പാല് 120 രൂപ ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു 100 രൂപ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് അത് പോകത്തുമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. 4 ദിവസം മേടിച്ചാൽ 5ാമത്തെ ദിവസം വരത്തില്ല, അല്ല വേണ്ടെന്ന് പറയും. ഞങ്ങളുടെ വീട്ടിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാലും തൈരും എല്ലാം നമ്മൾ ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാഷ്ടം ഞാൻ കൊടുക്കുന്നത് പാട്ടയ്ക്ക് 50 രൂപ വെച്ചാണ്.
അത് ഇത് തോർന്ന് ഞാൻ ഇവിടുത്തെ എല്ലാം എടുത്തൊരു കുഴി കളക്ട് ചെയ്തിടും. അവിടെ അത് തോർന്ന് ഉണങ്ങിയ ശേഷം കൊടുക്കുന്നത് 50 രൂപ വെച്ചൊരു പാട്ടയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്.